20 രൂപ ഊണുമായി ആരംഭിച്ച പല കുടുംബശ്രീ ജനകീയ ഹോട്ടലുകളും അടച്ചുപൂട്ടുമ്പോൾ ആലങ്കോട് ജനകീയ ഹോട്ടൽ സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെ വിജയകരമായി 5ാം വാർഷികത്തിലേക്ക്. ആലങ്കോട് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഹൈവേയോട് ചേർന്നാണ് 20 രൂപ ഊണുമായി ഹോട്ടൽ വിജയകരമായി പ്രവർത്തിച്ചു വരുന്നത്. ഊണിനു പുറമെ നിരവധിയായ ഭക്ഷണങ്ങളും ഇവിടെയുണ്ട്. വിശക്കുന്ന വയറുമായി ആരും തെരുവോരങ്ങളിൽ കഴിയാൻ പാടില്ലെന്ന ലക്ഷ്യത്തിലാണ് സർക്കാർ കുടുംബശ്രീക്ക് കീഴിൽ ജനകീയ ഹോട്ടലുകൾ എന്ന പദ്ധതി ആരംഭിച്ചത്. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളും പദ്ധതി ഇരുകൈയും നീട്ടി സ്വീകരിച്ച് നടപ്പിലാക്കി. എന്നാൽ വിലക്കയറ്റം ജനങ്ങളെ ഉലച്ചതോടെ സർക്കാർ സബ്സിഡി ഉണ്ടായിട്ട് കൂടി പല സ്ഥലങ്ങളിലും ജനകീയ ഹോട്ടൽ അടച്ചുപൂട്ടേണ്ട സ്ഥിതിവിശേഷണത്തിലെത്തി. ഈ അവസ്ഥയിൽ സർക്കാർ ഊണിന് 30 രൂപയാക്കിയെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഈ സാഹചര്യങ്ങളെ മറികടന്നാണ് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടൽ വിജയകരമായ 5 വർഷങ്ങൾ പിന്നിടുന്നത്. ആലങ്കോട് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഹൈവേയോട് ചേർന്നാണ് 30 രൂപ ഊണുമായി ഹോട്ടൽ വിജയകരമായി പ്രവർത്തിച്ചു വരുന്നത്. ഊണിന് പുറമെ ബിരിയാണി, നെയ്ച്ചോർ, പ്രഭാത ഭക്ഷണം എന്നിവയും ഇവിടെ ലഭിക്കും. ഞങ്ങൾ 5ാം വർഷത്തിലേക്ക് പോവുകയാണ്. ഹോട്ടൽ ചങ്ങരകുളം ഞങ്ങൾ 5ാം വർഷത്തിലേക്ക് കടന്നു പോകുന്നത്. പെട്ടെന്ന് നമുക്ക് പറയുന്നത് 5ാം വർഷത്തിലേക്ക് കടന്നു പോകുന്നു. കാലത്ത് ഞങ്ങൾ 4 പേരാ ഹോട്ടലാണ്. കാലത്ത് ഞങ്ങൾ ഇഡ്ഡലി, ദോശ, പൊറോട്ട, ചപ്പാത്തി, ചായ, വെള്ളപ്പം എന്നിവ കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് നെയ്ച്ചോറ്, ബിരിയാണി, സാദാ ചോറ് സാധാ നിരക്കിൽ സർക്കാർ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ്. ഇന്നിപ്പോ ദോശയില്ല, ഇട്ടില്ല, ഒക്കെ കഴിഞ്ഞു. എന്താ ചെയ്യാ? മറ്റ് ഹോട്ടലുകളിൽ 60 രൂപ മുതൽ ഊണിന് ഈടാക്കുമ്പോൾ കുറഞ്ഞ നിരക്കിൽ ജനകീയ ഹോട്ടലിൽ നിന്നും ഊണ് ലഭിക്കുന്നത് പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് ഏറെ ഉപകാരപ്രദമാണെന്നാണ് പൊതുജനാഭിപ്രായം. NCV ന്യൂസ്, ചങ്ങരംകുളം. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.